ഈ അവധിക്കാലത്ത് പ്രോക്സിമയിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 10 പേരെയും മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 25 പേരെയും മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മികച്ച പോളിംഗ് 75.67% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ 179 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം 20 മിനിറ്റോളം പോളിംഗ് തടസ്സപ്പെട്ടു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വോട്ട് നിലമ്പൂരിലെ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ മാതാവ് മറിയുമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം രാവിലെ 9:30 ഷൌക്കത്ത് വോട്ട് രേഖപ്പെടുത്തി. മാത്രമല്ല, പ്രത്യേകിച്ചും ഇപ്പോൾ SIR ഒക്കെ വന്നതിന് ശേഷം ആളുകൾ വോട്ടർമാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നത്, അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്നത്, അവരുടെ റൈറ്റ് അവരുപയോഗിക്കണമെന്നത് അവർ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ സ്ലിപ്പൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്നൊരവസ്ഥയുണ്ട്, പണ്ടില്ലാത്ത പോലെ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോവുകയാണ്. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65 ഉണ്ടായി ഈ നിയോജകമണ്ഡലം ഉണ്ടായതിന് ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെൻ്റ് അല്ല പറയുന്നത്, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിൽ. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. LDF സ്ഥാനാർത്ഥി U ഷറഫലിക്ക് അരീക്കോട് തെരട്ടമ്മൽ AMUP സ്കൂളിൽ രാവിലെ 7 തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം നിലമ്പൂരിലെ 7 പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും സെലക്റ്റഡ് ബൂത്ത്, എല്ലാ ബൂത്തും എത്തിപ്പെടില്ല. 263 ബൂത്തില്ലേ, എല്ലാ ബൂത്തിലും എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം മെയിൻ റൂട്ടിലുള്ള മിക്ക ബൂത്തുകളും കയറിയിറങ്ങി. എന്താണ് ഈ ഒരു വോട്ടെടുപ്പ് ഇങ്ങനെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇടതുപക്ഷത്തിൻ്റെ അണികൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ അണികൾ വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. വോട്ടർമാരെ എത്തിക്കുന്നതിലും വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിലുമൊക്കെ വലിയ ആവേശം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം കൂടിയതും സാധാരണ ഒരു നല്ല വീര്യമുള്ള മത്സരം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത് വലിയ പ്രതീക്ഷയാണ്. തുടർന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെത്തി വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. NDA സ്ഥാനാർത്ഥി BDJSന്റെ ഗിരീഷ് മേക്കാട് കാരക്കോട് RMAUP സ്കൂളിൽ രാവിലെ 8:30 വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാങ്കുത്ത് GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181 നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഇതെന്നും 10 വർഷത്തെ തുടർഭരണത്തിൽ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്, അതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.